എം എൻ കാരശ്ശേരി മാഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കാരശ്ശേരി മാഷ്, അതായത് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്നാണ്. BJP ജയിച്ചു കഴിഞ്ഞാൽ, സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത്. കാരണം ഗണപതി വട്ടം അതൊരു പരിവർത്തനം ചെയ്യപ്പെട്ട് വൈദേശിക ആധിപത്യത്തിൻ്റെ ഭാഗമായി പിന്നീട് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിയത് എന്നാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ച ചെയ്യുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെ തമാശ തോന്നുന്നു. കാരണം വയനാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നം സുരേന്ദ്രൻ കണ്ടെത്തിക്കളഞ്ഞല്ലോ എന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. അതായത് വയനാട് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ വയൽനാട് എന്നാ, കർഷക പ്രദേശമാണത്. ഞാൻ വയനാട് മണ്ഡലക്കാരനാണ്. ഇവിടെ ഇതിനകം ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 2500 അവിടെ ആദിവാസികളുണ്ട്, ദളിതരുണ്ട്, അവർക്ക് നൂറ് പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കാനെന്നാവുമ്പോൾ ആ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിട്ട് ആളുകൾ അതാണ് മാഷെ. ഞങ്ങളിപ്പോൾ പ്രതികരണം തേടുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് പ്രതികരണം തേടുമ്പോൾ അവർ അതാണ് പറയുന്നത്. അവരുടെ ജനകീയ വിഷയങ്ങൾ അവരുടെ നേരിടുന്ന കാലങ്ങളായി നേരിടുന്ന അടിസ്ഥാന സൗകര്യമില്ലായ്മ പ്രശ്നങ്ങൾ, മറ്റൊന്ന് നമുക്കറിയാവുന്നത് പോലെ വന്യമൃഗ ഭീതിയിൽ ഓരോ ദിവസം അവർ ഇങ്ങനെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു, രാത്രി യാത്രാ നിരോധനം, ഇതൊക്കെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. കാട്ടുപോത്ത്, നരി തുടങ്ങിയുള്ള അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് കാട്ടുപന്നിയാണ്. അപ്പോ അവിടെ അവരുടെ വിള കാക്കാനോ ജീവൻ രക്ഷിക്കാനോ ഒന്നും അവർക്ക് നിവൃത്തിയില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും സുരേന്ദ്രനെ ബാധിക്കുന്നില്ല. സുരേന്ദ്രനെ ബാധിക്കുന്നത് അവിടുത്തെ ഒരു പഞ്ചായത്തിന്റെ പേരാണ് സുൽത്താൻ ബത്തേരി. ആ പഞ്ചായത്തിന്റെ പേര് മാറ്റുന്നത് അവിടുത്തെ എല്ലാ പ്രശ്നവും തീരും. കാരണം കാവേരി പള്ളി പൊളിക്കുന്നതോട് ഇന്ത്യയിലെ എല്ലാ പ്രശ്നവും തീർന്നല്ലോ. ഇതാണ് ഈ രാഷ്ട്രീയത്തിൽ വിവേകം നഷ്ടപ്പെട്ട് വികാരം മാത്രമായുള്ള പ്രശ്നമാണിത്. അതിന്റെ ഒരു സൂചന തീർച്ചയായിട്ടും ഇലക്ഷന് കുറച്ച് മുമ്പ് തന്നെ സുരേന്ദ്രന് കൊടുത്തു എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തോട് വളരെ നന്ദി തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്ന് മനസ്സിലായി. ശരി, വളരെ നന്ദി ശ്രീ എം എൻ കാരശ്ശേരി മാഷ്, താങ്കളുടെ പ്രതികരണം രേഖപ്പെടുത്തിയതിന്. ഇപ്പോൾ